നമ്മൾ നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി ഡിസ്കസ് ചെയ്തു. എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ വേഴ്സസ് AK ചോപ്ര. ശാരീരികമായ സ്പർശനം ഒരു ആവശ്യ ഘടകമല്ല സെക്സ്വൽ ഹരാസ്മെന്റിന്. ഇതിന് നേരെ വിപരീതമായിട്ട ഒരു കേസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസാണ്. ഈ കേസ് ഉണ്ടാവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ സ്ഥാപനമാണ്. അവിടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പൊ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊക്കെ നല്ല മനുഷ്യരാണ്, പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡാണ്, നിന്ന് നിപ്പിൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു പ്രൊഫസറാണ് ഇദ്ദേഹം. അപ്പോൾ അവിടെ മിസ്സസ് ശാന്തകുമാർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട്, ഈ ലാബറട്ടറിയിൽ തന്നെ ജോലി ചെയ്യുന്നതാണ്. ഈ പ്രൊഫസർ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഇവരെന്തൊക്കെയോ പരീക്ഷണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടെസ്റ്റ് ട്യൂബൊക്കെ വെച്ചുകൊണ്ട് പലതും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൊഫസർ നോക്കിയപ്പോൾ ആര് പറഞ്ഞു ഇവരോട് ഈ ഈ പരീക്ഷണം നടത്താൻ ആര് പറഞ്ഞു? അപ്പൊ ഇതേ നോക്കി എന്താണ് ഇവള് ചെയ്യുന്നത് കുറച്ചു നേരം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത് യാതൊരു അർത്ഥവുമില്ല, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് ടെമ്പർ പോയി, ഷോർട്ട് ടെമ്പേർഡ് ആണല്ലോ. ഇദ്ദേഹം നേരെ ചെന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബും ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചു വാങ്ങിച്ചിട്ട് ജനലിൽ കൂടി ഒരൊറ്റ ഏറാണ്. എന്നിട്ട് ഈ സ്ത്രീയുടെ കയ്യെ പിടിച്ച് വലിക്കുകയാണ്. വലിച്ചിട്ട് വാതുക്കെ കൊണ്ടുവന്നിട്ട് കഴുത്തെ പിടിച്ച് ഒരൊറ്റ തള്ളാണ്. പിറ്റേ ദിവസം ഇവര് ഡയറക്ടറോട് ചെന്ന് പരാതി പറയുകയാണ്. ഒരു പരാതി എഴുതിക്കൊണ്ട് കൊടുത്തു. അപ്പൊ അവരിത് ഒരു സെക്സ്വൽ ഹരാസ്മെന്റ് എന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല. കാരണം ഇങ്ങനെ സ്വഭാവം എല്ലാവർക്കും അറിയാം, ടെമ്പർ നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷെ ഈ ഡയറക്ടർ ഇദ്ദേഹത്തിനെ ഒന്ന് പൂട്ടാൻ ഒരു അവസരം നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. കാരണം ഇദ്ദേഹം ടെമ്പർ പോയി കഴിഞ്ഞാൽ ഈ ഡയറക്ടറെയും ഫയർ ചെയ്യും. അപ്പൊ ഈ ഡയറക്ടർ ചോദിച്ചു, അല്ല നിങ്ങളുടെ കയ്യെ കയറി പിടിച്ചോ? സാർ എന്റെ കയ്യെ കയറി പിടിച്ചു, വലിച്ചു സാറേ, കഴുത്തെ പിടിച്ചു കളിയോ, കഴുത്തെ പിടിച്ചു കളി. അങ്ങനെയാണെങ്കിൽ നമുക്കത് സെക്സ്വൽ ഹരാസ്മെന്റ് ആയിട്ട് നിങ്ങൾ കംപ്ലൈന്റ് എഴുതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ കൊണ്ട് കംപ്ലൈന്റ് മാറ്റി എഴുതി കൊണ്ടുവരികയാണ്. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എൻക്വയറി നടത്താൻ പറഞ്ഞു. എൻക്വയറിയിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു, ഇതിൽ ഒരു സെക്സ്വൽ ഹരാസ്മെന്റും ഇല്ല. ചെയ്തത് തെറ്റ്, ഇറ്റ് ഈസ് എ മിസ്കോണ്ടക്ട്, ഇറ്റ് ഈസ് ഡിപ്ലോറബിൾ, പരിതാപകരമാണ്. സ്ത്രീയുടെ കയ്യെ പിടിച്ച് കഴുത്തെ പിടിച്ചല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദർ ഈസ് നോ സെക്സ്വൽ ഹരാസ്മെന്റ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ടെമ്പർ നഷ്ടപ്പെട്ടു പോയി, അതാണ്. അപ്പോ ഇത് വെറുതെ വിട്ടപ്പോൾ ഈ സ്ത്രീ ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ പോയ കേസാണ്. ഈ സെന്റർ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറഞ്ഞു വളരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസാണ്. അപ്പൊ അതിൽ ഡൽഹി ഹൈക്കോടതി പറഞ്ഞതാണ്, എല്ലാ ശാരീരിക സ്പർശനങ്ങളും സെക്സ്വൽ ഹരാസ്മെന്റ് അല്ല. ഒരു അൺവെൽക്കം ആയിട്ടുള്ള ശാരീരിക സ്പർശനം, അതില് ഒരു സെക്സ്വലി ഡിറ്റർമിൻഡ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അതിലൊരു സെക്സ്വൽ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സെക്സ്വൽ ഇന്റൻഷൻ വേണം. ഇപ്പൊ ഒരാൾ നടന്നു പോകുന്ന ഒരു സ്ത്രീ മറിഞ്ഞു വീണു, അതിന്റെ മുകളിലേക്ക് വേറൊരാള് വീണു, ശാരീരിക സ്പർശനമുണ്ട്, സെക്സ്വൽ ഹരാസ്മെന്റ് ആവുമോ? സെക്സ്വൽ ഹരാസ്മെന്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കേസിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കേസാണ്. എല്ലാ ശാരീരിക സ്പർശനങ്ങളും സെക്സ്വൽ ഹരാസ്മെന്റ് അല്ല, അൺലെസ് ദർ ഈസ് എൻ അൺവെൽക്കം സെക്സ്വലി ഡിറ്റർമിൻഡ് ബിഹേവിയർ അതിനകത്തില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അമൗണ്ട് ടു സെക്സ്വൽ ഹരാസ്മെന്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. Great Leap, encouraging employment values.